ഹായ് ഫ്രണ്ട്സ്, ഒരു കുക്കർ അവിയൽ വെക്കുവാണ്. ദാ കഷ്ണമൊക്കെ അരിഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ കുക്കറിനകത്താക്കി ഉപ്പിട്ടു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. കുക്കറിൽ വെള്ളം ഒഴിക്കാതെ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. കറിവേപ്പില ഇട്ടില്ല കേട്ടോ, മറന്നേ, അതോടെ ഇടണേ. പിന്നെ ഞാനിവിടെ ഉള്ളി ഇട്ടാറില്ല കേട്ടോ, അത് കാരണം സവാള ഇട്ടു, പച്ചമുളക് കീറിയിട്ടില്ല, ചുമ്മാ അങ്ങിട്ടു. ബാക്കി കഷ്ണങ്ങളെല്ലാം 7 കൂട്ടം കഷ്ണങ്ങളാണല്ലോ അവിയലിന് പൊതുവെ ഇടുന്നത്. പിന്നെ പല പല വെറൈറ്റി വെക്കാമല്ലോ, ചക്ക അവിയൽ, ചീര അവിയൽ, അങ്ങനെ പല പല വെറൈറ്റി വെക്കാം. ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോ തരത്തിൽ അവിയൽ വെക്കും. ഞാൻ പക്ഷേ ഒരേ രീതിയിൽ എപ്പോഴും വെക്കുന്നത്. പിന്നെ ഇന്ന് മുരിങ്ങക്കോലില്ല കേട്ടോ, കിട്ടിയില്ലായിരുന്നു. പിന്നെ ക്യാരറ്റ് അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ലാത്ത തന്നെ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് എഴുതി ഒരു ചെറുതിട്ടു. പിന്നെ ഞാനൊരു കുഞ്ഞ് കിഴങ്ങും കൂടി ഇട്ട്, എനിക്കിഷ്ടമാണ് കിഴങ്ങിടുന്നത്. അപ്പോൾ ഇതാ വെന്തിരിക്കും. ഒറ്റ വിസിൽ അതിൻ്റെ ആവി പോയപ്പോൾ ഞാൻ തുറന്നു. ഒറ്റ വിസിൽ കേട്ടപ്പോൾ നിർത്തി ഗ്യാസ്. എന്നിട്ട് ആവി പോയപ്പോൾ ഇതാ ഇപ്പോൾ തുറന്നു. ഞാൻ അരപ്പ് ഇതാ അരച്ചു വെച്ചിരിക്കുക. തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ. മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇട്ടതാ, എന്നാലും ഒന്നുകൂടെ ഇതാ ഇങ്ങനെ ഒന്ന് കറക്കി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, വെള്ളമൊന്നും ഒഴിക്കല്ലേ. പിന്നെ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അതോടെ 5-8 10 ഇടാം. ഒന്ന് ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഇതിനകത്തിട്ടിട്ട് ചുമ്മാ ഇതൊറ്റ പ്രാവശ്യം പുറകോട്ടൊന്ന് പൾസ് ബട്ടനെ തിരിക്കുമ്പം തേങ്ങയും ചുമന്നുള്ളിയുണ്ട് എല്ലാം പാകത്തിനായിരിക്കും കേട്ടോ. ഇതിവിടെ കിട്ടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് സവാള ഇട്ടല്ലോ. പിന്നെ ഇനി നമുക്ക് ഈ അരപ്പ് അങ്ങിട്ട് കൊടുക്കാം. വടിച്ചിട്ട് കൊടുക്കട്ടെ. ഇട്ടു. കുക്കറയിലൊക്കെ അവിയലുണ്ടാക്കുന്ന അഴുക്ക് സ്വഭാവം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെയല്ലേ, ഇവിടെ ഗ്യാസല്ലേ ഉള്ളൂ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് മുറ്റത്തുണ്ടാക്കാം, അടുപ്പുള്ള അടുക്കളയിലുണ്ടാക്കാം, വിറകടുപ്പിലുണ്ടാക്കാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വിറവ് ഉപയോഗിച്ച് ചെയ്യാം. നാട്ടിലാണ്, ഇവിടെ പറ്റത്തില്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലുണ്ടാക്കിയപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കില്ല. അരപ്പിനും ഉണ്ടാവില്ല, കഷ്ണം വേവിക്കുമ്പോഴും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇനി അടുത്തത് എളുപ്പം ഇച്ചിരി കറിവേപ്പില ഇടാം കേട്ടോ. എന്നിട്ട് ഒന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക. കറിവേപ്പില ഇട്ടു. ഇനി ഞാൻ പറഞ്ഞ പോലെ ചുമ്മാ ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം. ഇതാ നല്ല ആവി വന്നു. ഈ തീ കുറച്ച് വെച്ചിട്ട് നോക്കാം. നമുക്ക് ഇളക്കി നോക്കാം. അടി വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. വെള്ളമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതാ എൻ്റെ ഹസ്ബൻഡ് പറയുന്ന പോലെ ഏറെ തേങ്ങ ഇട്ട് വറവറാന്നിരിക്കുന്ന അവിയൽ. ഇതെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, എല്ലാം നല്ല മിതമായിട്ടിരിക്കൊണ്ട് തേങ്ങ പൊതിഞ്ഞിരിക്കുക കേട്ടോ. അരമുറി തേങ്ങ ഇട്ടു. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച്, ഞാൻ മാങ്ങ ഇട്ടില്ല, അതുകൊണ്ട് കുറച്ച് തൈര് ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, നല്ലതായിട്ട് ഇളക്കി അവിടെ മൂടി വയ്ക്കുക. കുക്കറിൻ്റെ അടപ്പിട്ട് മൂടി വയ്ക്കുക. തീ ഓഫ് ചെയ്യാൻ പോവാ കേട്ടോ. മതി. തൈര് ഒഴിച്ച് ഒരു 3 ടീസ്പൂൺ ഒഴിച്ചു കേട്ടോ. അധികം പൊളിയില്ലാത്തതാണ്. അസാധ്യ അവിയലാണ്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി അങ്ങ് കുക്കറിൻ്റെ അടപ്പിട്ട് വയ്ക്കാവേ. കഴിക്കുമ്പോൾ എടുക്കാവേ. ഇളക്കട്ടെ. അപ്പോൾ എല്ലാം ഓക്കെ. നമുക്കിനി കുക്കർ അടച്ചു വെച്ചേക്കാം, കഴിക്കാൻ നേരം എടുക്കാം. ഓക്കേ. ഉപ്പ്, പുളി, വെളിച്ചെണ്ണ, കറിവേപ്പില, എരിവ് എല്ലാം ഓക്കെ. അപ്പം ഇങ്ങനെ കുക്കർ അവിയൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. ഓക്കേ.